going to get a reward from God. എന്തോ ആയിക്കോട്ടെ, എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ച് മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ, ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. ഇതിലും അമ്മേ കുറെ നാളായി മിണ്ടാതിരുന്നു. because of his stupid egoistic character. എന്നിട്ടും അതറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Mash will turn against you. You will regret, you will come crying. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നത് വ്യക്തമാക്കി നൽകുന്ന ഇൻഫ്ലുവൻസർ, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമാക്കി തരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇൻഫ്ലുവൻസർ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളെ കീഴടക്കിയ ഒരു വാർത്തയുണ്ട്. ധ്യാന ഇൻഫ്ലുവൻസർ ദമ്പതിമാർ തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാകുന്നു. ഭർത്താവ് ആ ഭാര്യയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നു എന്നുള്ള വാർത്ത. പറഞ്ഞു വന്നത് ഫിലോകാലിയ എന്ന് പറയുന്ന സ്ഥാപന നടത്തിപ്പുകാരായ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഏറെ വലിയ രീതിയിൽ പരിചിതമായിട്ടുള്ള 2 ദമ്പതികളെ കുറിച്ചാണ്. സാമ്പത്തിക തർക്കം, സംശയം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്പോര് അതിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ധ്യാന ദമ്പതികളെ കുറിച്ച് പറയാനുള്ളത്. സ്വന്തം മക്കളുടെ മാനസിക നില പോലും മനസ്സിലാക്കാതെ വലിയ രീതിയിൽ അതിരുകടക്കുന്ന സംസാരത്തിലേക്കടക്കം ഇരുവരും എത്തിയിരുന്നു എന്നുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഇൻഫ്ലുവൻസർ ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ തന്റെ ഭാര്യ ജിജി മാരിയോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായിട്ട് ഭർത്താവ് മാരിയോ ജോസഫ് തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ജിജി ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഒരാളാണെന്നും ഈസ്റ്റർ ദിനത്തിൽ പോലും രാത്രി കത്തിയുമായിട്ട് തന്നെ കുത്താൻ ഓടി വന്ന രീതി അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്. ഒഴിഞ്ഞു മാറിയപ്പോൾ കൈക്ക് കുത്തേറ്റിരുന്നു. പോലീസിൽ പരാതി നൽകാൻ പോയപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണ് എന്നും കേസ് ആയിക്കഴിഞ്ഞാൽ അതിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും പറഞ്ഞ് പോലീസ് തിരികെ അയക്കുകയായിരുന്നു എന്നും പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിന് ശേഷം വീണ്ടും വീട്ടിൽ കിടന്നുറങ്ങാൻ തനിക്ക് പേടിയായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. നിങ്ങളെ കൊന്നുകളഞ്ഞാലും മുസ്ലിം തീവ്രവാദികൾ കൊന്നതാണെന്ന് നാട്ടുകാർ പറയൂ എന്നും അതിന്റെ സിമ്പതി കൂടി എനിക്ക് കിട്ടുമെന്നും ജിജി പലതവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും മാരിയോ ജോസഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കുന്നു. അതായത് ഈ പറയുന്ന മാരിയോ ജോസഫ് 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം ആയിരുന്നു, മുസ്ലിം വിശ്വാസിയായിരുന്നു അദ്ദേഹം. പിന്നീട് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും ക്രിസ്ത്യൻ രീതികൾ അവലംബിക്കുകയും ക്രിസ്ത്യൻ രീതികൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. 2 പേരും ധ്യാന ദമ്പതിമാരാണ്. ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഒരു മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവർക്കിടയിലാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരിക്കുന്നതും. കുടുംബജീവിതം പ്രമേയമാക്കി നിരവധി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി വരുന്നവരാണ് ഇരുവരും എന്നതാണ് ഈ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാൻ കാരണം. മാരിയോ തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ജിജി കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ പരാതി നൽകിയത്. മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് ജിജി ചാലക്കുടി പോലീസിൽ നൽകിയിട്ടുള്ള പരാതി. സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് 70,000 രൂപ വിലയുള്ള ഫോൺ തല്ലിപ്പൊട്ടിച്ചു തുടങ്ങിയ നിരവധി പരാതികളാണ് ഇയാൾക്കെതിരെ അവർ നൽകിയിരിക്കുന്നത്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പരാതിക്ക് കാരണമെന്ന് പിന്നീട് മാരിയോ ജോസഫ് വീഡിയോയിലൂടെ പ്രതികരിച്ചിരുന്നു. നേരത്തെയും ജിജിയുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജിജിയും ബന്ധുക്കളും ചേർന്ന് നേരത്തെ തന്നെ മർദ്ദിച്ചിരുന്നു എന്നും ജിജി എല്ലാ ദിവസവും മദ്യപിക്കുന്ന വ്യക്തിയാണെന്നും വൈകുന്നേരങ്ങളിൽ അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും തങ്ങളുടെ സ്ഥാപനത്തിന്റെ ജീവനക്കാരെയും ജിജി മർദ്ദിച്ചിട്ടുണ്ട് എന്നും മാരിയോ ജോസഫ് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ഇവരുടെ മക്കൾ തന്നെ ചില വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതും വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. അതായത് ഒരു വശത്ത് ഭർത്താവിനെതിരെ കൊടുത്തിരിക്കുന്ന പരാതിക്ക് വിശദീകരണവുമായിട്ട് ഭർത്താവ് രംഗത്തെത്തുമ്പോൾ പറയുന്നത് ഈ തനിക്കെതിരെ പരാതി നൽകിയിരിക്കുന്ന ഭാര്യ മദ്യപിച്ച് ബോധം കെട്ട് ലെക്ക് കെട്ട് വീട്ടിലേക്ക് കയറി വരികയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലാതെയുമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് പലപ്പോഴും തന്നെ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഈ ഭാര്യക്കെതിരെ ഭർത്താവ് ഉന്നയിക്കുന്നത്.
പക്ഷേ മറുവശത്ത് ഇയാൾക്കെതിരെ ഇയാളുടെ മക്കളും അതുപോലെ തന്നെ ഈ ഭാര്യയും ഉന്നയിക്കുന്നത് ഇയാൾ ഒരു ഹോമോസെക്ഷൽ ആണ് എന്നുള്ള കാര്യമാണ്. തൻ്റെ അമ്മയെയും തങ്ങളെയും അവഗണിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ ഒരു പുരുഷനുമൊത്ത് ജീവിക്കാനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. അത് തങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചപ്പോൾ താൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, അയാളെ ഒപ്പം കൂട്ടുമെന്നുള്ള പ്രതികരണമാണ് നൽകിയത് എന്ന തരത്തിലാണ് ഈ മക്കൾ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ, അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശമാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അത് പ്രകാരം ഇയാളുടെ ഈ ദമ്പതിമാരുടെ മക്കൾ പറയുന്നത് ഒക്കെ കേൾക്കാൻ സാധിക്കും. ആ കുട്ടികൾ പറയുന്നത്, അമ്മയെ കളയല്ലേ അപ്പ, ഞങ്ങളെ കൂടെ കൂട്ടണേ എന്നുള്ള കാര്യങ്ങളാണ്. കരഞ്ഞ് നിലവിളിക്കുന്ന മാരിയോ ജോസഫിന്റെ മക്കളുടെ വീഡിയോയാണ് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചോരയിൽ കുളിച്ച് ജിജി മാരിയോ നിൽക്കുന്നതും വീഡിയോയിലൂടെ വ്യക്തമാകുന്നുണ്ട്. മാരിയോ ജോസഫിനൊപ്പമുള്ള അജ്മൽ എന്ന യുവാവിനെ ഒഴിവാക്കണമെന്നാണ് ഈ വീഡിയോയിൽ മക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അജ്മലാണെന്നും മകളായ നീ പോലും ചത്താൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മാരിയോ മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് പൊട്ടിക്കരയുന്ന മകൾ ഒരു പിതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പിതാവിനോട് ചോദിക്കുന്നത്. ഞങ്ങളെ കൂടെ കൂട്ടാമോ അച്ഛാ എന്ന്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മാരിയോ ജോസഫും ജിജി മാരിയോയും 9 മാസമായിട്ട് അകന്നു കഴിയുകയായിരുന്നു എന്നാണ് എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള പ്രശ്നം സംസാരിച്ചു തീർക്കുന്നതിനിടെ കഴിഞ്ഞ മാസം 25-നാണ് ഇരുവരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തിയത്. തർക്കത്തിനൊടുവിൽ മാരിയോ തലയ്ക്ക് സെറ്റോ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു എന്ന് ജിജി പരാതി നൽകുകയായിരുന്നു. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായിട്ടുള്ള ദമ്പതികളായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോയുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജിജി മാരിയോയും മാരിയോ ജോസഫും പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം 9 മാസമായിട്ട് അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ബന്ധുക്കളും പറയുന്നത്. പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ 25-ന് വൈകിട്ട് 5:30 ജിജി ഭർത്താവായ മാരിയോയുടെ വീട്ടിലേക്ക് എത്തുന്നു. പ്രശ്നങ്ങൾ സംസാരിക്കുന്നു. ഇതിനിടയിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടായതിനിടെ ഭാഗമായിട്ട് സെറ്റോ ബോക്സ് എടുത്ത് ഭാര്യയുടെ തലയ്ക്കടിക്കിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇടത് കൈയിൽ കടിച്ചതായിട്ടുള്ള പരാതിയുമുണ്ട്. തലമുടി കുത്തിപ്പിടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നും കയ്യിലുണ്ടായിരുന്ന 70,000 രൂപ വിലമതിക്കുന്ന ഫോണ് എറിഞ്ഞു പൊട്ടിച്ചു എന്നും ജിജി പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും മാതൃകാ ദമ്പതികളായിട്ടുള്ള 2 പേർ അവർക്കിടയിലുള്ള പ്രശ്നം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ധ്യാന ദമ്പതിമാരായിരുന്നു, ധ്യാന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിരുന്നു ഇവർ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. റിയലും തമ്മിലുള്ള വ്യത്യാസം, അതിനിടയിൽ പെട്ടുപോകുന്ന കുട്ടികൾ, അവരുടെ മാനസികാവസ്ഥ, ഇത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഭർത്താവിനെതിരെ അതിഗുരുതരമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അതിൽ ഭാര്യ മാത്രമല്ല, ഭാര്യയുടെ ദമ്പതികളുടെ മക്കളും ഇടപെടുന്നുണ്ട്. അച്ഛനെതിരെയാണ് മക്കളും രംഗത്തുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വളരെ ദയനീയമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം അല്ലെങ്കിൽ വീഡിയോ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്.